മുഖ്യമന്ത്രിയെ പോലെ ഇത്രയും കാപ്പട്ടിയുള്ളൊരു മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഷാഫി പറമ്പിൽ വടകര വന്നിറങ്ങിയപ്പോൾ അവിടെ മുസ്ലിം ലീഗിൻ്റെ പതാകകളുണ്ടായി എന്ന പേരിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല സൈറ്റുകളിലും വടകര പാകിസ്ഥാനിലാണോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതേ മാർക്സിസ്റ്റ് പാർട്ടി വയനാട്ടിലെത്തുമ്പോൾ ലീഗിൻ്റെ പതാക ഇല്ലാത്തതിൽ വേദന കൊള്ളുന്നതിൽ അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതല്ലേ. കഴിഞ്ഞ തവണ ലീഗിൻ്റെ കൊടി ഏറ്റവും അധികം ഉണ്ടായതിനെ ഏറ്റവും അധികം പരിഹസിച്ച പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ്, BJP അല്ല. അപ്പോൾ ലീഗ് പതാക കൊണ്ടുവരണോ കൊണ്ടുവരണ്ടേ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അതിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു തരത്തിലുള്ള സേവയും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ കൊടി വേണ്ടപ്പോൾ കൊടി എടുക്കും, കൊടി വേണ്ടെങ്കിൽ കൊടി എടുക്കില്ല. അത് പോസ്റ്ററാണ് എടുക്കണമെന്ന് പറയുന്നതെങ്കിൽ പോസ്റ്റർ എടുക്കും. അത് UDFൻ്റെ തീരുമാനമാണ്, അത് ലീഗിൻ്റെ തീരുമാനമാണ്. അതിൽ പിണറായി വിജയന് യാതൊരു തരത്തിലും ഇടപെടേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് 100,000 കാര്യം വേറെ പറയാനില്ല. ഇന്ത്യയിൽ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിഷയവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, കെജ്രിവാൾ അറസ്റ്റിലായ വിഷയങ്ങൾ, അതൊന്നും അദ്ദേഹത്തിന് കേരളത്തിൽ ഒരു ചർച്ചാ വിഷയമല്ലല്ലോ. അദ്ദേഹം ലീഗും കോൺഗ്രസും എങ്ങനെ ഇതിനകത്ത് നിന്ന് അകന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ചോര എങ്ങനെ നാക്കി കുടിക്കാൻ പറ്റും എന്നുള്ളത് നോക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയോട് ഇതിൻ്റെ കാര്യത്തിൽ മറുപടി പറയേണ്ട ഒരു ഗതികേട് മുസ്ലിം ലീഗിനില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ പാകിസ്ഥാൻ എന്ന് പറയും, അല്ലാത്ത സമയത്ത് ലീഗിൻ്റെ കൊടി കാണുന്നില്ലല്ലോ എന്ന് പറയും. നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നിൽക്കാനല്ലല്ലോ UDFും ലീഗും. ഇതിൻ്റെ പേരിലൊന്നും രാഹുൽ ഗാന്ധി അവിടെ തോക്കാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് പിണറായി വിജയന് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. ദേശാഭിമാനി പത്രത്തിൻ്റെ ഓരോ ദിവസത്തെ കോളോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ ജന്മഭൂമിയാണോ ദേശാഭിമാനിയാണോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് ഓരോ പത്രങ്ങളും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതാണോ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം? മോദിക്ക് വീണ്ടും സുഖമായി വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും ഒരുക്കി കൊടുക്കുകയല്ലേ. ഈ ചർച്ചയാണോ ഇവിടെ ഗൗരവമായി ഈ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടത്? കൊടിയുടെ കാര്യമാണ് ചർച്ച ചെയ്യേണ്ടത്. അതിനപ്പുറമുള്ള എന്തെല്ലാം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നു, മോദി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, എതിരാളികളെ മുഴുവൻ കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്നു. ഇലക്ട്രൽ ബോണ്ടിലൂടെ മാപ്പ് സാക്ഷികളെ ഉണ്ടാക്കുന്നു. കെജ്രിവാളിൻ്റെ പേര് ആദ്യം പറയാത്ത ശരത്ചന്ദ്ര റെഡ്ഡി പിന്നീട് ആ പേര് പറയുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇന്ത്യയിൽ വലിയ വലിയ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പം ഇദ്ദേഹത്തിന് വയനാട്ടിലെ കൊടിയാണോ പ്രശ്നം? ഈ കേരളത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വിഷയം ലീഗിൻ്റെ പതാക ആരെങ്കിലും കൊണ്ടുവരുന്നോ അല്ലെങ്കിൽ ലീഗിൻ്റെ പതാക കൊണ്ടുവരാതെ ഇരിക്കുന്നോ എന്നുള്ളതാണോ? ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള റോഡ് ഷോയിൽ പതാക വേണോ പതാക വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് UDF അല്ലേ, അതല്ലാതെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ AKG സെൻറ്ററിൽ നിന്നല്ലല്ലോ ആ തീരുമാനം എടുക്കേണ്ടത്. അപ്പം ഞങ്ങളിപ്പം ഇതൊക്കെ ഞങ്ങൾ നോക്കുന്നുണ്ടോ? CPIയുടെ പതാക ഉണ്ടോ, CPMൻ്റെ പതാകയാണോ, അവരുടെ ഘടകകക്ഷികളുടെ പതാകകൾ അതിൽ വരുന്നുണ്ടോ എന്നൊക്കെ ഞങ്ങൾ നോക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് അതല്ല പണി. അതിനേക്കാൾ വലിയൊരു വിപത്ത് നമ്മളുടെ മുകളിലിങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്, ഡെമോക്രസിൻ്റെ വാൾ പോലെ. അപ്പം മോദി എന്ന് പറയുന്ന ഫാക്ടർ ഇവിടെ വിസ്മരിക്കപ്പെടുകയാണ്. സത്യത്തിൽ മോഡിയിൽ നിന്നും രാഹുലിലേക്ക് ഇവരുടെ ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുക. അപ്പം ഇന്ത്യയിൽ മോദിയാണോ ടാർഗറ്റ്, രാഹുലാണോ ടാർഗറ്റ്, ലീഗാണോ ടാർഗറ്റ് എന്നുള്ളതാണ് പിണറായി വിജയൻ ആദ്യം വ്യക്തമാക്കേണ്ടത്.
അപ്പോൾ ലീഗും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുന്നത് ദഹിക്കാതെ തുടങ്ങിയിട്ട് കുറേ കാലമായി. അപ്പോൾ ഇതെങ്ങനെ അകറ്റാൻ പറ്റും? അപ്പോൾ ഓരോരോ വിഷയങ്ങൾ ഇതിനു വേണ്ടി ഇങ്ങനെ എടുത്തു കൊണ്ടുവന്നിട്ട് പലസ്തീൻ്റെ വിഷയത്തിൽ അങ്ങനെ ഓരോ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് കോൺഗ്രസും ലീഗും തമ്മിൽ ഒന്ന് അകന്ന് കിട്ടുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇവരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ കോൺഗ്രസ് നിർബന്ധിച്ചിട്ട് ലീഗിനോട് പതാക വീട്ടിൽ വെച്ചിരിക്കാൻ പറഞ്ഞ പോലെയാണ്. അത് ഐക്യജനാധിപത്യ മുന്നണി ഒരുമിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ എല്ലാ സ്ഥലത്തും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു അതിപ്രസരം ഒരു സ്ഥലത്തും ഒരു റോഡ് ഷോയിലും കാണിക്കുന്നില്ല. കാരണം നമ്മുടെ ലക്ഷ്യം അതല്ല. ഒരു ഷോ ഓഫ് അല്ല ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം നിങ്ങൾക്ക് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരാൾ, ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുക, അതിനുവേണ്ടി ഒരു മാപ്പുസാക്ഷി ഉണ്ടാക്കി. ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന അരബിന്ദോ ഫാർമയുടെ ഒരു വ്യക്തിയായിരുന്നു ആദ്യം അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു, 5 കോടി രൂപ ആദ്യം കൊടുത്തപ്പം ED അദ്ദേഹത്തിൻ്റെ ജാമ്യത്തിൽ പിന്നീട് പ്രശ്നം ഉണ്ടാക്കിയില്ല. അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം വീണ്ടും പണം ബോണ്ടിലൂടെ കൊടുത്തു, അദ്ദേഹത്തെ മാപ്പുസാക്ഷിയാക്കി. അതുവരെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പേര് പറയാത്ത ശരത്ചന്ദ്ര റെഡ്ഡി പിന്നീട് അദ്ദേഹത്തിന് കണ്ടു എന്ന് പറഞ്ഞ് ആ പേരിൽ കെജ്രിവാളിനകത്താക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതൊരു മാച്ച് ഫിക്സിംഗ് ആണ്. എല്ലാ ക്യാപ്റ്റൻസിനെയും മാറ്റി നിർത്തി അതിലെ പ്ലെയേഴ്സിനെ എങ്ങനെ EDയെ വെച്ചുകൊണ്ട് തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ പറ്റും എന്നുള്ള ഒരു വലിയ ഗെയിം നടന്നുകൊണ്ടിരിക്കും. പിണറായി വിജയൻ്റെ പ്രസംഗത്തിൽ ഇതൊന്നും അല്ലല്ലോ വിഷയം. അതേ കേരളത്തിൽ കോൺഗ്രസ് എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചല്ലേ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ്. എങ്ങനെയാണ് പിണറായി വിജയന് രാഹുൽ ഗാന്ധിയെ ടാർഗറ്റാക്കാൻ പറ്റുക ഇന്നത്തെ കാലഘട്ടത്തിൽ? അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ? ആ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന ഒരു നേതാവല്ലേ രാഹുൽ ഗാന്ധി, അല്ലാതെ മോദിയല്ലല്ലോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് അവർക്ക് അവരുടെ തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ഇവിടെ പറയാം. ഇത് നാഷണൽ ലെവലിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പാണ്. നാഷണൽ ലെവലിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ BJP എന്ന് പറയുന്ന ടാർഗറ്റ് ആയിരിക്കണം. ആ ഗവൺമെൻറ്റിനെ എങ്ങനെ താഴെ ഇറക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചായിരിക്കണം അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ. അത് അദ്ദേഹം തീരെ ഗൗരവത്തിലെടുക്കുന്നില്ല. എന്ന് മാത്രമല്ല പച്ചക്കള്ളവും പറഞ്ഞുകൊണ്ടിരിക്കുക. രാഹുൽ ഗാന്ധി CAA-യെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, കോൺഗ്രസ് വേണ്ടിയിട്ടില്ല. പാർലമെൻറ്റിൽ ആകെ ആരിഫ് മാത്രമാണ് സംസാരിച്ചത്. ഇതൊക്കെ ഈ നമ്മുടെ നാട്ടിൽ മീഡിയ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഇതൊന്നും അറിയില്ലേ? ഒരു ഗിബിൽസ്യൻ തന്ത്രമാണിത് ശരിക്കും. നുണ 100 ആവർത്തി പറഞ്ഞ് അതിനെ സത്യമാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ കൊടിയുടെ ഡിസ്കഷനിലേക്കും ഇതിനെ തിരിച്ചു വിടുന്നത്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് ഒരു ഫ്ലാഗ്, ഒരു പാർട്ടിയുടെ ഫ്ലാഗ്, അതും ഒരു റോഡ് ഷോയിലില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാവേണ്ട ഒരു കാര്യമാണ്.